അപ്പോൾ ഗൈസ് നമ്മളിന്ന് ടൂർ റിവ്യൂ എന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ തന്നെ ടൂർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൈക്ക് R3 യമഹ R3 ബൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അത് റിവ്യൂ എത്ര കാലം ചെയ്യണമെന്ന് വിചാരിച്ചൊരു കേസല്ലായിരുന്നു. പക്ഷേ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്തിരുന്നു, പിന്നെ ഞങ്ങൾ R3 റിവ്യൂ ചെയ്യുമോ, അതിൻ്റെ സർവീസ് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. മറ്റുള്ള 300 cc വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സർവീസ് കോസ്റ്റ് കുറവാണ് തന്നെ പറയേണ്ടി വരും, വേറെ ഡൂക്കിന് ഇതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ വേറെ എന്താ വെച്ചാൽ ഇതിൻ്റെ വണ്ടിക്കുള്ള ഒരു റേറ്റ് എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആദ്യം 5 കൊല്ലത്തെ ഇൻഷൂർ വരുന്നതിന് മുമ്പ് ഈ വണ്ടിക്ക് 4.5 ലക്ഷം രൂപയാണ് റേറ്റ്. ഇപ്പോൾ അത് കൊണ്ട് 450ഓളം എൻ്റെ അടുത്തായിട്ട് എനിക്ക് റേറ്റ് വണ്ടിക്ക് വന്നിട്ടുണ്ട്, 4,50,000 അടുത്തായിട്ട്. പിന്നെ ഇതിൻ്റെ സർവീസ് ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്റർ, സെക്കൻഡ് സർവീസ് 5000, തേർഡ് 10, അതായത് 5000 കിലോമീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ഇതിൻ്റെ സർവീസ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത ഉടനെ ഏത് വണ്ടിയും 1000 സർവീസ് ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്ക് വണ്ടിയോട് ഇത്ര ആഗ്രഹം വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 2 സിലിണ്ടർ ബൈക്കിലാണ്. അതിൻ്റെ സ്മൂത്ത് യമഹൻ്റെ എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം നല്ലൊരു വൈബ്രേഷൻ ഇല്ലാത്ത വണ്ടികളാണ്, അത് V3 ആയിക്കോട്ടെ ഏതായാലും. പിന്നെ അതുകൊണ്ട് ഞാൻ 2 സിലിണ്ടർ വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ആഗ്രഹമായിരുന്നു യമഹ R3 എടുക്കുന്നത്. ഞാൻ ആദ്യം യൂസ് ചെയ്തതിന് R15 V2 ആയിരുന്നു. അത് 3 കൊല്ലം യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ R3 എടുത്തത്. ഇതിനോടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കിപ്പം 1 കൊല്ലം 3 മാസമായി. പിന്നെ എന്താ വെച്ചാൽ ഒരു ബെസ്റ്റ് ടൂറാണ്. കാരണം നമ്മളെ കൈക്ക് വേദനയോ ഊരക്ക് വേദനയോ അങ്ങനെ സംഗതികളൊന്നും ഇത് തന്നെയില്ല. അതായത് റൈഡർക്ക് കേട്ടോ പില്യൻറ്റിന് കുറച്ച് റിസ്ക് തന്നെയാണ്, കാരണം ഇത് സീറ്റ് വളരെ ഹാർഡ് സീറ്റാണ്. പക്ഷേ ഫ്രണ്ട് അല്ല അടിപൊളിയാണ്, അതായത് സോളോ റൈഡിന് ഏറ്റവും ബെറ്ററാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയാം, ഇത്രയും സ്മൂത്തും കംഫർട്ടൊക്കെ തരുന്ന വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ റോഡിൽ, അതായത് അത്യാവശ്യം കുഴപ്പമില്ല, നമ്മൾ ഡെയിലി യൂസിങ്ങിന് ഒരു 17-18 ആ റേഞ്ചിലെ മൈലേജ് കിട്ടുള്ളൂ. അത് 2 സിലിണ്ടർ ബൈക്കുകളാണ്. അപ്പോൾ നമ്മൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മാരകമാണ്.
അതുകൊണ്ടായിരിക്കാം അങ്ങനെ മൈലേജ് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മൾ ഏത് റോഡിലായിക്കോട്ടെ നമ്മൾ കണ്ടിന്യൂ റൈഡ്, അതായത് ടൂറിങ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് ഇതിന് ഒരു 25, 26, 26 ആ റേഞ്ചിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മീറ്ററിൽ കറക്റ്റ് കാണിക്കും, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതായത് ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇത്ര പവർ കൂടിയൊരു വണ്ടിയാകുമ്പോൾ നമ്മൾ എന്തായാലും പതുക്കെ പോകില്ല, ചിലപ്പം 60 ഒന്നും കണ്ട് തന്നെ വരില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ മൈലേജ് എന്ന് വരുന്നത്. പക്ഷേ നമ്മൾ ടൂറിങ് ടൈമിനാകുമ്പോൾ നമ്മളൊരു മീഡിയം പിന്നെ ഒരു സ്പീഡിൽ ഒരു 40, 50 അല്ലെങ്കിൽ 100ൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു റേഞ്ചിൽ നമ്മൾ ഓടിക്കോളും കണ്ടിന്യൂഡ് ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു 26, 28 ആ മൈലേജിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പറയുമ്പോൾ ടൂറാണ് വണ്ടി, അപ്പോൾ വെറും ഹൈവേയിലൂടെ മാത്രമാണ് ഇത് ടൂറിങ്ങിന് ബെറ്റർ എന്നുള്ള നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഓണേഴ്സ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ ഓഫ് റോഡ് വണ്ടി പോകും. കാരണം നമുക്കറിയാം ഇപ്പം തന്നെ വണ്ടി നിൽക്കുന്നതാണ് അത്യാവശ്യം എൻ്റെ കയ്യിൻ്റെ ഒരു ഇത്ര ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് എത്ര ഒരു ഹിമാലയ അങ്ങനത്തെ വണ്ടീനെ അത്രയൊന്നും ഓഫ് റോഡിന് ഇപ്പോൾ ബെറ്റർ അല്ല കയ്യിലെങ്കിലും, ഒരു മേഡ് നമ്മൾ ടൂർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം കൊണ്ടുപോയി ചാടിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു ഇതാണ്. അത് പിന്നെ ബാക്ക് സോക്കസർ നമ്മളെ R15 V2 V3ൻ്റെ മാതിരി ഭയങ്കര ഹാർഡല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോക്കസറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫീലിംഗ് ആണ് ഇത്. നമ്മൾ ഏത് ഓഫ് റോഡ് പോകുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ പിന്നെ എടുത്തടിക്കണ മാതിരിയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ല. അതായത് ഇതുവരെ ഞാൻ ഓഫ് റോഡ് പോയിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു സ്ക്രാച്ച് പോലും വന്നതായിട്ട് കാണാനില്ല, കാരണം തട്ടിയിട്ടില്ല. അത്രയ്ക്കും നല്ല എന്തോ ഒരു എൻജിനീയറിംഗ് വൈവിധ്യം ഇതിലുണ്ട്, കാരണം ഇതുവരെ തട്ടില്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഇവിടെ ഹിമാലയ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹിമാലയ ഇവിടെ ഉണ്ട്, അതും പിന്നെ ഒരു MT 150 ഇവിടെ ഉണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഓഫ് റോഡ് റിവ്യൂ നമുക്ക് ലാസ്റ്റ് വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. അത്യാവശ്യം നല്ല വണ്ടിയുടെ ഒരു ഭംഗി തന്നെയാണ് ഹെഡ്ലൈറ്റ് എന്ന് തന്നെ പറയണം. പിന്നെ അത് അത്യാവശ്യം നല്ല നൈറ്റിൽ പിന്നെ സിംഗിൾ ഡിമ്മ് ഒരു ലൈറ്റും ബ്രൈറ്റും മറ്റേ ലൈറ്റും അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ സിംഗിൾ തന്നെ അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ LED ലൈറ്റ് അല്ലാത്തതുകൊണ്ട് കാണൂല എന്നുള്ള ഒരു പരാതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതങ്ങല്ല, LED V3നേക്കാളും ഈ ലൈറ്റാണ് ഇതിന് ഏറ്റവും അടിപൊളിയാണ്. ഒറ്റ ലൈറ്റ് കൊണ്ട് തന്നെ നമുക്ക് വൈഡായിട്ട് കാണും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കോർണർ ചെയ്യുമ്പം, അതായത് റൈറ്റ് സൈഡിലേക്കല്ല ലെഫ്റ്റ് സൈഡിലേക്ക് കോർണർ ചെയ്യുമ്പം ലൈറ്റ് ഒരു വളവിനൊരു ഇതിലായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അത് നൈറ്റിൽ സംബന്ധിക്കുന്ന വിഷയമാണ്. നൈറ്റ് ഇപ്പോൾ നമ്മൾ അധികം കൂടി കോർണർ ചെയ്യാതിരിക്കണം ഏറ്റവും ബെറ്റർ, കാരണം ആളില്ലാത്ത ഏരിയകളായിരിക്കും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ടയർ ലൈഫ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ഡൗട്ടുണ്ട്. അങ്ങനെ CC വണ്ടി ആകുമ്പോൾ ടയർ ലൈഫ് എല്ലാം കിട്ടില്ല. ഇതിന്മേൽ കമ്പനി വന്നിരുന്നത് മെറ്റ്സിലറിൻ്റെ ടയറായിരുന്നു. ഫ്രണ്ടിൽ 110 ബാക്കിൽ 150 ടയറായിരുന്നു വന്നിരുന്നത്. ഫ്രണ്ട് ടയർ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തത് 15,000 കിലോമീറ്ററിലാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. കാരണം ഫ്രണ്ട് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്ക് ഞാൻ വണ്ടി എടുത്തതിൻ്റെ ശേഷം ഓൾമോസ്റ്റ് ഒരു 2 വട്ടം ചേഞ്ച് ചെയ്തു. അത് ബാക്ക് ആദ്യം 150 ആണെങ്കിൽ അപ്പോൾ 180 ആണ് ഇട്ടത്, ഫ്രണ്ടിലിപ്പം 120 ആണ് ഇട്ടത്. അപ്പോൾ ടയർ ഞാൻ സൈസ് കൂട്ടി കൊടുത്തതാണ്. പിന്നെ ബാക്കിലെ ലൈഫ് വളരെ കമ്മിയാണ്. അതെന്തുകൊണ്ട് വെച്ചാൽ നമ്മൾ പവറിൽ ത്രോട്ടിൽ കൊടുക്കുമ്പം നമ്മൾ റോട്ടിൽ പിന്നെ സ്കിഡായിട്ടാണ് വണ്ടി പോയോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ കുറച്ച് ഫ്രണ്ട് നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. ചില വണ്ടികൾക്ക് ആക്റ്റീവുകൾക്കാണോ ഇതിനൊന്നും നമുക്കറിയില്ല, ഫ്രണ്ട് പെട്ടെന്ന് തേലും. പക്ഷേ ഈ വണ്ടിക്ക് തല തിരിച്ചാണ്. 15,000 കിലോമീറ്റർ ഫ്രണ്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കിട്ടില്ല തന്നെയാണ്. പിന്നെ ടയർ മെറ്റ്സിലറായിരുന്നു. മെറ്റ്സിലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല റോഡ് ഗ്രിപ്പാണ് മെറ്റ്സിലറിന് വരുന്നത്. പിന്നെ അതുകൊണ്ട് നല്ല എക്സ്പെൻസീവ് ആണ്. അതായത് ഫ്രണ്ട് ടയറിന് തന്നെ ഒരു 8-9 രൂപ തന്നെ അടുത്ത് മെറ്റ്സിലർ വരുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ABS ബ്രേക്കിംഗ് ആണ്. അതായത് മീൻസ് ഞാൻ ഈ വണ്ടിയോട് താല്പര്യപ്പെട്ടിട്ട് ഒരു 2-3 കൊല്ലമായി. പക്ഷേ അന്ന് ഈ വണ്ടിക്ക് ABS വന്നിട്ടില്ലായിരുന്നു. പിന്നെ ABS വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ABS വന്നു. പിന്നെ ഞാൻ വണ്ടി ഇറക്കി, വന്ന ഉടൻ തന്നെ വണ്ടി ഇറക്കി. പിന്നെ ABS ബ്രേക്കിംഗ് വളരെ പിന്നെ അടിപൊളിയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഇത് ചരലിലാണെങ്കിലും കോർണർ നേരത്താണെങ്കിലും അത്യാവശ്യം നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 2-3 വട്ടമൊക്കെ നമ്മളെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടെന്ന് തന്നെ പറയാം. കാരണം വണ്ടി എപ്പോഴും നമ്മൾ 100ൻ്റെ മേലെ സിമ്പിളായിട്ട് 100ൻ്റെ മേലെ കയറും. പിന്നെ ഇതിൻ്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇതിന് 0 to 100 ഒക്കെ ഒരു 5 to 6 സെക്കൻഡിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ മൈസൂർ റോഡിലൊക്കെ അതിൻ്റെ ടോപ്പ് സ്പീഡൊന്ന് പിടിച്ച് നോക്കാം. നമ്മൾ ട്രാവലിൻ്റെ ബ്ലോഗ് കണ്ടറിയാം, നമ്മൾ മൈസൂർ പോയി. അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ ടോപ്പ് സ്പീഡൊന്ന് പിടിച്ച് നോക്കാൻ നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയത് 158 km/h നമുക്ക് കിട്ടിയത്. പിന്നെ അതിൽ കൂടുതൽ കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് റോഡ് അപ്പോൾ അതിന് കഴിഞ്ഞതാണ്. പിന്നെ സ്പീഡിൻ്റെ കാര്യങ്ങൾ അത്രേ പറയാനുള്ളൂ. ഞാൻ ആരെയും സ്പീഡ് പോകാൻ വേണ്ടി പിന്നെ പ്രോത്സാഹിപ്പിക്കല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ആരെങ്കിലും ഒരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനെ ഒന്ന് നോക്കുമല്ലോ, ആ ഒരു നോട്ടം മാത്രം നോക്കിയതാണ്.
പിന്നെ നിങ്ങൾക്ക് ഞാനിവിടെ നമ്മളെ റോഡിൽ ഒന്ന് ഇതിൻ്റെ അത് മീറ്ററിൽ കാണിച്ചു തരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അത് നല്ല റോഡ് കിട്ടിയില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏതായാലും നമുക്ക് 100 എത്ര കിട്ടുമെന്ന് ഇവിടെ നമ്മൾ റോഡിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ എനിക്ക് ഞാൻ എടുത്തിട്ട് 1.5 കൊല്ലമായില്ലേ വണ്ടി, 1.25. ഇത്ര വരെയായിട്ടും ഈ വണ്ടി R3 എന്ന് ഒരാൾക്കും മനസ്സിലായിട്ടില്ല. ഇതിനെക്കുറിച്ച് അറിയണവും വന്നിട്ട് വണ്ടീൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കും, എന്നിട്ട് അവൻ പോകും. കാരണം കുറച്ച് ഈ വണ്ടി R3 ആണെന്ന് അറിയാത്ത കുറേ ആൾക്കാരെന്നല്ല ആർക്കും അറിയില്ല. എല്ലാവരും അറൗണ്ട് 5 V3 ആ V3 ഇറങ്ങിയോട് കൂടി ഈ വണ്ടീൻ്റെ മാർക്കറ്റ് ഇടിയെന്ന് ഇപ്പം തന്നെ പറയേണ്ടി വരും. കാരണം ഈ വണ്ടി വേറെ ഒന്നും കാണാത്തത് കൊണ്ടായിരിക്കാം. കാരണം കേരളത്തിൽ തന്നെ വളരെ റയറാണ് ഈ വണ്ടി. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അനുഭവം വന്ന്. ഏതായാലും 100 കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, MTയുടെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അടുത്ത Yamaha R3 ആണ്.